അടിസ്ഥാന വികസന രംഗത്ത് കിഫ്ബിയിലൂടെ ഉണ്ടായ മാറ്റങ്ങളുടെ നേർചിത്രം കാണാൻ കഴിയുന്ന മണ്ഡലമാണ് വൈപ്പിൻ. പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളുമൊക്കെയായി കോടികളുടെ വികസനമാണ് മണ്ഡലത്തിലേക്ക് എത്തിയത്. സംസ്ഥാനത്താകെ പശ്ചാത്തല വികസനത്തിന് പുതിയ മുഖം നൽകിയിട്ടുണ്ട് കിഫ്ബി. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിലും അത് കാണാം. 2 പിണറായി സർക്കാരുകളുടെ കാലത്ത് 1 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് പദ്ധതി വഴി സംസ്ഥാനത്ത് നടപ്പിലായതെന്നാണ് MLA തന്നെ പറയുന്നത്. വൈപ്പിൻ മണ്ഡലത്തിലും സമാനതകളില്ലാത്ത വികസനമാണ് നടന്നിരിക്കുന്നത്. 143 കോടി 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന അഴീക്കോട് മുനമ്പം പാലം തന്നെയാണ് വൈപ്പിന്റെ വികസനത്തിന്റെ മുഖമുദ്ര. മറ്റ് 140 മണ്ഡലങ്ങളിൽ എന്ന പോലെ തന്നെ വൈപ്പിനിലും ധാരാളം പ്രവർത്തനങ്ങൾ കിഫ്ബി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിലേറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ അഴീക്കോട് മുനമ്പം പാലം. 143 കോടി 15 ലക്ഷം രൂപയുടെ പദ്ധതിയാണത്. നമ്മുടെ ഉത്തര കേരളത്തെയും ദക്ഷിണ കേരളത്തെയും ബന്ധിപ്പിക്കുന്നതിലൊരു നിർണായകമായ പാലമാണത്. അതിമനോഹരമായിട്ടുള്ള ആ പാലം മെയ് മാസത്തിൽ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീരദേശ ഹൈവേയുടെ നല്ലൊരു ശതമാനവും വൈപ്പിൻ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് കിഫ്ബിയിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. തീരദേശ റോഡ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ ഒരു സ്റ്റാർ പ്രൊജക്റ്റാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ റോഡ്. ആ തീരദേശ റോഡ് 25 കിലോമീറ്റർ കടന്നു പോകുന്നത് വൈപ്പിൻ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയാണ്. അത് ഏതാണ്ട് സ്ഥലമെടുപ്പിന് മാത്രം 795 കോടി രൂപയാണ് നമ്മുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചിലവാകുന്ന തുക. വൈപ്പിൻകരയിൽ മാത്രം സെക്കൻഡ് റീച്ചിൽ 795 കോടി രൂപയാണ്. 238 കോടി 67 ലക്ഷം രൂപ നമ്മുടെ സ്ഥലമെടുപ്പിനും അതുപോലുള്ള നഷ്ടപരിഹാരത്തിനുമൊക്കെയായി ചെലവഴിക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം വരുന്ന ഭൂവുടമകളുടെ ഭൂമിയാണ് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അതിൽ ചമയങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കണക്കാക്കി നഷ്ടപരിഹാരം നൽകേണ്ട ആളുകളുടെ എണ്ണം 458ആണ്. ആ 458 ആളുകളെ ഹിയർ ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 പേരെ ഹിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗമാണ് തീരദേശ റോഡിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 1ാമത്തെ റീച്ചും 2ാമത്തെ റീച്ചും തമ്മിൽ ബന്ധിക്കുന്ന. നമ്മുടെ ജില്ലയിലെ 1ാമത്തെ റീച്ച് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയാണ്. ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ അഴിമുഖമാണ്, കപ്പൽ ചാലാണ്. അപ്പോൾ ആ കപ്പൽ ചാലിൻ്റെ അവിടെ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കാൻ വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഭാഗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കടലിനടിയിലൂടെയുള്ളൊരു തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. സർക്കാർ ആ നിർദ്ദേശം, എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളുണ്ട്, എൻ്റെ നിവേദനമുണ്ട്. ഗവൺമെൻറ് അത് തള്ളിക്കളഞ്ഞില്ല. മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും LNT അതിൻ്റെ സാധ്യതാ പഠനം നടത്തുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗതാഗത വകുപ്പ് കേരയിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് താല്പര്യപത്രം ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയായിരിക്കും അത് പൂർത്തീകരിക്കുമ്പോൾ. 2762 കോടി രൂപ ചെലവ് വരുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. അത് നടപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു പദ്ധതി കൂടിയായി അത് മാറും. നായരമ്പലം ഫിഷ് മാർക്കറ്റ് നമ്മുടെ തീരദേശ വികസന അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്. 2,76 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ബഹുമാന്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. നായരമ്പലം ഹെർബർട്ട് പാലം വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ളൊരു പാലമാണ്. നായരമ്പലം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. അവിടെ 10 കോടി 40 ലക്ഷം രൂപയുടെ പദ്ധതി
KRFB ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി. അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് ലാൻഡ് അക്വിസിഷൻ നടപടികളെല്ലാം പൂർണ്ണതയിലേക്ക് എത്തി അവർക്ക് നഷ്ടപ്രതിഫലം നൽകുന്ന പ്രക്രിയ തുടരുകയാണ്. അതിവേഗം ഹെർബർട്ട് പാലത്തിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് അത് നീങ്ങുന്നതാണ്. മറ്റൊന്ന് പിഴല കടമക്കുടി ഭാഗത്തുള്ള പാലമാണ്. 43,88,00,000 രൂപയാണ്. KRFB ആണ് നിർവഹണ ഏജൻസി. വലിയ കടമക്കുടിയും പിഴലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലമാണത്. അവിടെ തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോ ജെട്ടിയും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് നിൽക്കുന്നത്. വിനോദസഞ്ചാര രംഗത്ത് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന മണ്ഡലം കൂടിയാണ് വൈപ്പിൻ. കുഴിപ്പള്ളി ബീച്ചും കടമക്കുടിയുമെല്ലാം മണ്ഡലത്തിലെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കെല്ലാം കിഫ്ബി വഴി വിവിധ വികസന പദ്ധതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പലതും പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ചിലത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഭൂമിയിലെ സ്വർഗമെന്നോ സ്വർഗത്തിൻ്റെ താഴ്വര എന്നെല്ലാം വളരെ കാൽപ്പനികമായി ഇന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരിടമാണ് കടമക്കുടി. അതുകൊണ്ടാണ് കടമക്കുടിയുടെ സ്വച്ഛമായ അതിൻ്റെ പ്രകൃതി ഭംഗി, പൊക്കാളിപ്പാടങ്ങളുടെ സാന്നിധ്യം, മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള പക്ഷികൾ, ധാരാളം പക്ഷികൾ ചേക്കേറുന്നൊരു സ്ഥലമെന്ന നിലയിലെല്ലാം മനോഹരമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് കടമക്കുടി കാഴ്ചകൾ എന്ന പേരിൽ ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കടമക്കുടിയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. KSRTC ബജറ്റ് ടൂറിസം പദ്ധതി വൈപ്പിൻ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് കടമക്കുടി കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ, കടമക്കുടിയുടെ ടൂറിസം വികസനത്തിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മൾ അടുത്ത കാലത്ത് കടമക്കുടിക്ക് വേണ്ടി തയ്യാറാക്കി വരികയാണ്. 8 കോടി രൂപയുടെ ഒരു ടൂറിസം പദ്ധതിയും 10 കേന്ദ്രങ്ങളിലായി ഇപ്പോൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ കടമക്കുടിയുടെ പ്രാധാന്യത്തിനനുസരിച്ച് സ്വാഭാവികമായും ഈ കടമക്കുടിയിൽ നിന്നും പിഴലയിലേക്കുള്ള നമ്മുടെ ഗ്രാമീണ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയത്തക്ക തരത്തിൽ ഉള്ളൊരു ആക്സസ് ആയിരിക്കും ഈ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ള പാലം നിർമ്മാണം. അതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജിഡയാണ് പ്രധാനമായും അതിൻ്റെ മറ്റ് സഹായങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗവൺമെൻറ് HSS എളങ്കുന്നപ്പുഴ 1,30,00,000 രൂപ മുടക്കി കിലയായിരുന്നു നിർവഹണ ഏജൻസി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് നമ്മളത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് ഗവൺമെൻറ് ഹൈസ്കൂള് കടമക്കുടി 99,00,000 രൂപയാണ്. കിലയായിരുന്നു നിർവഹണ ഏജൻസി. അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിച്ചു വരികയാണ്. തീരദേശ നിവാസികളുടെ പ്രധാന ആശ്രയമായ താലൂക്ക് ആശുപത്രിയുടെ വികസനവും കിഫ്ബിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാറക്കൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി, അവിടെ ഒരു ഐസൊലേഷൻ വാർഡ്, അത് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി നടന്നു വരികയാണ്. ഞാറക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നേരത്തെ തന്നെ 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടം പണിയുന്നതിനെല്ലാം വേണ്ടി അവിടെ തീർത്തിട്ടുണ്ടായിരുന്നു. ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ടാണ് ആ തുക കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി കടമക്കുടിയിൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് 12 കോടി രൂപയുടെ പദ്ധതി കുടിവെള്ള വിതരണം ശക്തിപ്പെടുത്താൻ വേണ്ടി അവിടെ ചെലവഴിക്കുകയുണ്ടായി. കുഴിപ്പള്ളി രജിസ്ട്രാർ ഓഫീസ്, അതിന് പുതിയ കെട്ടിടം 1,50,00,000 രൂപ മുടക്കിയാണ് അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് സമീപകാലത്ത് നമ്മളത് ഉദ്ഘാടനം നിർവഹിച്ചത്. മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. അടിസ്ഥാന വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പിന്നെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ വികസനം എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ റോഡുകളൊക്കെ മുമ്പ് തന്നെ നന്നായിട്ടുണ്ട്. കുഴികളില്ല, നല്ല ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിപ്പോൾ 10 കൊല്ലമല്ല 15 കൊല്ലമായി അത് ടാറിങ് തുടങ്ങിയിട്ട്. ഈ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് തക്കമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഒരു വാട്ടർ ടാങ്ക് പണിതിട്ടുണ്ട്. അതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ജലക്ഷാമം പരിഹരിക്കും. പിന്നെ വേലിയേറ്റ പ്രശ്നം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കിഫ്ബി എന്ന് പറയുന്ന ഈ ഏജൻസി വഴി കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ തന്നെ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. വൈപ്പിൻകരയുടെ വികസന മുന്നേറ്റ ചരിത്രത്തിൽ തീർച്ചയായും ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് നമ്മുടെ കിഫ്ബി പ്രോജക്റ്റുകൾ എന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അമൃത ന്യൂസ്, കൊച്ചി.